നമസ്കാരം സുഹൃത്തുക്കളെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 29 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു. 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ചോദ്യം വന്നിരിക്കുന്നത് 2008 നെൽവയൽ തണ്ണീർത്തട നിയമത്തിനെ കുറിച്ചിട്ടാണ്. നെൽവയൽ തണ്ണീർത്തട നിയമമാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ 2008 മാസം വിത്ത് ഡേറ്റ് പഠിച്ചേ പറ്റൂ. ഓഗസ്റ്റ് മാസം 12-നാണ്. 2008 എന്ന് പറയുമ്പോൾ 8ാമത്തെ മാസമായ ഓഗസ്റ്റ് എന്ന് കണക്കാക്കുക കേട്ടോ. 2008 ഓഗസ്റ്റ് 12-നാണ് പ്രാബല്യത്തിൽ വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? നമ്മുടെ സംസ്ഥാനത്തെ, ശ്രദ്ധിക്കണേ, നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാനും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താനുമാണ് ഈ നിയമം നിർവചിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിൽ കുറെ നിർവചനങ്ങളുണ്ട്. എന്താണ് നെൽവയൽ? എന്താണ് നെൽവയൽ? നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാണ് പറയുന്നത് അല്ലെ. അതില് നെൽവയൽ പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലെങ്കിൽ ഇയറില്, ഒരു വർഷത്തില് ഒന്നുമില്ലെങ്കിൽ വർഷത്തിൽ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യണം. അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടും തരിശായിട്ട് ഇട്ടിരിക്കുന്നതായ ഭൂമിയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നെൽവയൽ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ്, പക്ഷെ എന്ത് ചെയ്തിരിക്കുകയാണ്? കൃഷി ചെയ്തിട്ടില്ല, തരിശായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭൂമിയാണ് ഇതിൽ പറയുന്നത് ഈ നെൽവയൽ എന്ന പരിധിയിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇനി അടുത്ത് തണ്ണീർത്തടം പറഞ്ഞു അല്ലെ. എന്താണ് ഈ തണ്ണീർത്തടം പറഞ്ഞാൽ? തണ്ണീർത്തടം പറഞ്ഞാൽ എന്താണ്? ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള കായലുകള്, അതേപോലെ തന്നെ ചതുപ്പുകള്, കുളങ്ങൾ, ഇതൊക്കെ ഏതിൽ വരും? തണ്ണീർത്തടത്തില് വരും. ഇനി ഈ നിയമപ്രകാരം ഈ നെൽവയലുകളോ ഈ തണ്ണീർത്തടങ്ങളോ മറ്റാവശ്യങ്ങൾക്കായിട്ട് നികത്തുന്നത്, ഇനിയിപ്പോ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് തണ്ണീർത്തടത്തിന് നികത്തുക, നെൽവയലിനെ നികത്തുക ചെയ്താൽ, അല്ലെങ്കിൽ അതിലൊരു രൂപമാറ്റം വരുത്തുക ചെയ്താൽ അത് പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ട്. അതിവിടെ പറയുന്നുണ്ട് അല്ലെ. ശിക്ഷാ നടപടികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും ശിക്ഷ? 6 മാസം മുതൽ, അതായത് 6 മാസം മുതൽ 3 വർഷം വരെ കേട്ടോ. 6 മാസം മുതൽ 3 വർഷം വരെ തടവോ, അല്ലെങ്കിൽ 50,000 രൂപ മുതൽ 2 ലക്ഷം വരെ പിഴയോ ഈടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കണം. 6 മാസം മുതൽ 3 വർഷം വരെയോ അല്ലെങ്കിൽ 50,000 രൂപ മുതൽ 2 ലക്ഷം വരെയോ എന്ത് ചെയ്യും? പിഴ ഈടാക്കുന്നതാണ്. പിന്നെ ഇതിന് പ്രധാനപ്പെട്ട സമിതികളുണ്ട്. ഏതൊക്കെയാണ് സമിതി? ഒന്ന് പ്രാദേശിക തലത്തിലുള്ള നിരീക്ഷണ സമിതിയുണ്ട്. പ്രാദേശിക തല നിരീക്ഷണ സമിതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുണ്ട്. അതേപോലെ തന്നെ ജില്ലാതല നിരീക്ഷണ സമിതിയുണ്ട്. സംസ്ഥാനതല നിരീക്ഷണ സമിതിയും ഉണ്ട്. സംസ്ഥാനതല നിരീക്ഷണ സമിതിയുണ്ട്. ഈ പ്രാദേശിക നിരീക്ഷണ സമിതിയില് ഒന്നുമില്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലാണ് കേട്ടോ. പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇവിടെ ഈ ആരായിരിക്കും ഈ സമിതിയിലെ മെയിൻ ആയിട്ടുള്ള ആള്? കൃഷി ഓഫീസർ ആയിരിക്കും. ആരായിരിക്കും? കൃഷി ഓഫീസർ ആയിരിക്കും. പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തില് കൃഷി ഓഫീസർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതി. ഇനി ജില്ലാ തലത്തില് RDO അധ്യക്ഷനായ സമിതിയാണ്. ഇവിടെ കൃഷി ഓഫീസർ അധ്യക്ഷനായ സമിതിയാകുമ്പോൾ, പ്രാദേശിക തല നിരീക്ഷണ സമിതിയിൽ കൃഷി ഓഫീസർ അധ്യക്ഷനാകുമ്പോൾ ജില്ലാ തലത്തില് RDO അധ്യക്ഷനായ സമിതിയായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ നോക്കിക്കോ. എനിക്കിപ്പോ ഒരു 20 സെന്റ് നിലമുണ്ടെന്ന് വെക്കാം. അത് കൃഷി നിലമാണ്. പക്ഷെ എനിക്ക് വേറെ എവിടെയും എന്തില്ല, ഞാൻ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. ഞാൻ വാടകയ്ക്കാണ് വീട് ഇരിക്കുന്നത്. ആകെ എനിക്ക് 20 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇത് മുഴുവൻ എന്ത് നിലയാണ്? കൃഷി നിലമാണ്. ഞാൻ എങ്ങനെ തരിച്ചിടും?
എനിക്ക് വേറെ സ്ഥലവും ഇല്ല, വേറെ സ്ഥലം വാങ്ങിക്കണം, അതെന്നെ കൊണ്ട് സാധ്യവുമല്ല. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ഇവിടെ വീട് വെക്കണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഒരു നെൽവയൽ ഉടമയ്ക്ക് സ്വന്തമായിട്ട് മറ്റു ഭൂമി ഇല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പഞ്ചായത്തുകളിൽ പരമാവധി 10 സെന്റ് ഭൂമി, മനസ്സിലാകുന്നുണ്ടോ? പരമാവധി 10 സെന്റ് ഭൂമി. ഇനി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തലത്തിലാണെങ്കിൽ 5 സെന്റ് ഭൂമി എന്ത് ചെയ്യും? തരം മാറ്റാൻ വേണ്ടിയിട്ട് നിബന്ധനകളോടെ അനുമതി നൽകും. അവർ കുറച്ച് നിബന്ധനകളൊക്കെ വെക്കും. അപ്പൊ 20 സെന്റിൽ, ഞാൻ ഇപ്പൊ പഞ്ചായത്ത് തലത്തിലാണ് ഇരിക്കുന്നത്, ഒരു ഗ്രാമപ്രദേശത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ 20 സെന്റിലെ ഒരു 10 സെന്റ് എന്ത് ചെയ്യും? എനിക്ക് നിബന്ധനകളോട് കൂടിയിട്ട് നികത്താൻ അനുമതി നൽകും. എന്നാൽ ഞാൻ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലാണെങ്കിൽ അവിടെ ഒരു 5 സെന്റ് ഭൂമി എനിക്ക് എന്ത് തരും? വീട് വെക്കാനായിട്ട് അനുമതി നിബന്ധനയോട് കൂടിയിട്ട്. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ 2 ആണ്, ബി ആണ് ഓപ്ഷൻ. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചിട്ടാണ് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി പറയുന്നത്. 2017 ഏപ്രിൽ മാസം 11-നാണ് 2017 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഇത് നിലവിൽ വരുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഈ പദ്ധതിയിലൂടെ നമുക്ക് പ്രായമാകുന്ന സമയത്ത് നമുക്ക് കാഴ്ചക്കുറവുണ്ടാകും അല്ലേ? അതേപോലെ തന്നെ കേൾവിക്കുറവ് സംഭവിക്കും, പല്ലുകൾ നഷ്ടമാകും, നമ്മുടെ ചലനശേഷി കുറയും. അങ്ങനെ തുടങ്ങിയ ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന വയോധികർക്ക് അവരുടെ ഡെയിലി ലൈഫ് അല്ലെ, ദൈനംദിന ജീവിതം സുഗമമാക്കാൻ സഹായിക്കുന്ന ഗുണമേന്മയുള്ള ഉപകരണങ്ങള് സൗജന്യമായിട്ട് എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പൊ ചെവി കേൾക്കാത്തവർക്കാണെങ്കിൽ ശ്രവണ സഹായി കൊടുക്കും, ചലനശേഷി നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ വീൽ ചെയറുകൾ കൊടുക്കും, അതേപോലെ തന്നെ വാക്കിംഗ് സ്റ്റിക്സ്, വാക്കറുകള്, ആർട്ടിഫിഷ്യൽ ഡെന്റസ് അതായത് കൃത്രിമ പല്ലുകൾ വെച്ചു കൊടുക്കുക, കണ്ണടകൾ വെച്ചു കൊടുക്കുക, അതേപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങൾ എന്താണോ അവരുടെ വീക്ക് അതിന് അനുസരിച്ചിട്ടുള്ള ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ കൊടുക്കുക. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. മാനദണ്ഡം എന്താണ്? 60 വയസ്സോ അതിൽ കൂടുതലോ ആണ്. 60 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള മുതിർന്ന പൗരന്മാർക്ക് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു മാനദണ്ഡം. ഇനി രണ്ടാമത്തെ മാനദണ്ഡം എന്താണ്? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ BPL വിഭാഗത്തിൽ പെടണം, അല്ലെങ്കിൽ മാസ വരുമാനം 15,000 രൂപ കൂടാത്തവരോ ആയിരിക്കണം. മാസവരുമാനം 15,000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ഈ സഹായം ലഭിക്കില്ല, അല്ലെങ്കിൽ BPL കുടുംബത്തിൽ അംഗമായിരിക്കണം. അതേപോലെ തന്നെ ഇവർക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. ഇവർക്ക് എന്താണ്? ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ ഇനിയിപ്പോ ഇതെല്ലാം ഈ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളെല്ലാം ഒരു 80 വയസ്സിന് മുകളിൽ ഉള്ളവർ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ ഉപകരണങ്ങൾ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുക്കും. വീട്ടുവാതിൽക്കൽ എന്ത് ചെയ്യും? ഈ സാധനം എത്തിച്ചു കൊടുക്കും. അവർ പിന്നീട് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല 80 വയസ്സിൽ കൂടുതലാണെങ്കിൽ. ഇനി ഇത് ആരാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു രാഷ്ട്രീയ വയോശ്രീ യോജന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സാമൂഹിക നീതി മന്ത്രാലയവും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ ഇത് നടപ്പിലാക്കാൻ ഏർപ്പാടാക്കിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാപനമായ അലിംകോ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. അലിംകോ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അലിംകോ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അലിംകോ വഴിയാണ് ഈ പദ്ധതി രാജ്യത്തുടനീളം നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടങ്ങളുടെയും സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെയും സഹകരണത്തോടെ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? SA നോഡാണ്. SA നോഡ് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് SA നോഡിനെ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് അറിയപ്പെടാൻ കാരണം? ഇത് ഹൃദയമിടിപ്പ് എന്ത് ചെയ്യും? ഹൃദയമിടിപ്പ് സ്വയം ആരംഭിക്കും. മനസ്സിലായോ? ഹൃദയമിടിപ്പ് സ്വയം ആരംഭിക്കുകയും ചെയ്യും. അതിന്റെ താളം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ഇത് SA നോഡ് എന്ന് പറയുന്നത്. കേട്ടുകൊണ്ട് ഇങ്ങനെ ചെവിക്കൂടെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ സിമ്പിൾ ആക്കി തള്ളിവിട്ടിട്ട് പോകരുത്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഒരു ടോപ്പിക്കിൽ നിന്നും
ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഫുൾ ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു 10 കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പീറ്റേഷൻ പറയുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വരുമ്പോൾ എലിമിനേഷൻ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എസ് എ നോഡ് എന്ന് പറയുമ്പോൾ ഹൃദയമിടിപ്പ് സ്വയം ആരംഭിച്ചിട്ട് അതിന്റെ താളം വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഭാഗമായതുകൊണ്ടാണ് ഇതിനെ ഹൃദയത്തിന്റെ സ്വാഭാവിക പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ വൃക്ക എന്താ ചെയ്യുന്നത്? രക്തം ശുദ്ധീകരിക്കും അല്ലെ? വൃക്ക എന്താ ചെയ്യാ? രക്തം ശുദ്ധീകരിക്കും. പിന്നെ എന്ത് ചെയ്യും വൃക്ക? മൂത്രം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കും അല്ലെ? രക്തം ശുദ്ധീകരിക്കും, മൂത്രം ഉൽപ്പാദിപ്പിക്കാനും ആര് സഹായിക്കും? വൃക്ക സഹായിക്കും. ഇനി കരൾ എന്താ ചെയ്യുക? കരൾ എന്താ ചെയ്യുക? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ അല്ലെ? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കരളാണ് അല്ലെ? കരൾ എന്താ ചെയ്യാ? മെറ്റബോളിസത്തിന് സഹായിക്കുന്നത് ലിവറാണ്. ഇനി പാൻക്രിയാസ് എന്താ? പാൻക്രിയാസ് ഇൻസുലിൻ പോലുള്ള ഹോർമോണുകൾ അല്ലെ? പഠിച്ചു വെക്കണേ, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസുലിൻ പോലുള്ള ഹോർമോണുകളും അതുപോലെ തന്നെ ദഹന രസങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പാൻക്രിയാസ് ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഷുഗർ കൂടുന്നത്. ഷുഗർ വരുന്നത് എവിടെയാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ പോലുള്ള ഹോർമോണുകളും ദഹന രസങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പാൻക്രിയാസ് ആണ്. അപ്പൊ എസ് എ നോഡ് ഹൃദയത്തിന്റെ ഏതവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? എസ് എ നോഡാണ് അല്ലെ? ഏതാണ്? എസ് എ നോഡ്. പഠിക്കണം. പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചു വെച്ചേ പറ്റൂ. വൃക്ക രക്തം ശുദ്ധീകരിക്കാനും അതേപോലെ തന്നെ മൂത്രത്തിന്റെ ഉൽപാദനത്തിനും. പിന്നെ തലച്ചോറ് എന്താണ്? നമുക്ക് പഠിക്കാറുണ്ട് തലച്ചോറ് അല്ലെ? തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ്? മെനിഞ്ചസ് ആണ് അല്ലെ? മെനിഞ്ചസ് ആണ് തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. മെനിഞ്ചസ് ആണ് പഠിക്കുന്നത്. തലച്ചോറിൽ നമ്മൾ സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലങ്കേറ്റ, തലാമസ്, ഹൈപ്പോ ഒക്കെ പഠിക്കാനുണ്ട് അല്ലെ? തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത് അല്ലെ? ഇനി നമുക്ക് ഈ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഹൃദയത്തിന് എത്ര അറകളുള്ളത്? 4 അറകളാണ് ഹൃദയത്തിന് ഉള്ളത് കേട്ടോ. മുകളിലത്തെ 2 അറകളില് മനസ്സിലായോ? മുകളില് 2 അറകളുണ്ട്. അതിനെ എന്തു പറയും? മുകളിൽ 2 അറകള്, അത് ഏട്രിയം എന്ന് പറയുന്നു. ഇനി താഴെ 2 അറകളുണ്ട്, അതിനെ വെൻട്രിക്കിൾ എന്ന് പറയുന്നു. ശ്രദ്ധിക്കണേ, മുകളില് 2 അറ ഏട്രിയം, താഴെ 2 അറ വെൻട്രിക്കിള്. ഓക്കെ. ഇനി ഈ ഹൃദയത്തിന്റെ വലിപ്പം എങ്ങനെയാണ്? ഒരു മുഷ്ടിയുടെ വലിപ്പമാണ് അല്ലെ? ഒരു അടഞ്ഞ മുഷ്ടിയുടെ വലിപ്പമാണ്. അടഞ്ഞ മുഷ്ടി ഫിസ്റ്റ് ഇല്ലേ, നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് മുറുക്കെ പിടിച്ച് ആ മുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിന് ഉണ്ടാവുക. ഈ ഹൃദയം എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ നെഞ്ച് അതിന്റെ മധ്യഭാഗത്തായിട്ട്. ശ്രദ്ധിക്കണേ, ഹൃദയം എവിടെയാണ്? നെഞ്ചിന്റെ മധ്യഭാഗം, അതുപോലെ തന്നെ 2 ശ്വാസകോശങ്ങൾക്ക് ഇടയിലുമാണ്. 2 ശ്വാസകോശങ്ങൾക്ക് ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒന്ന് നെഞ്ചത്തൊന്ന് കൈവച്ച്. നെഞ്ചിന്റെ മധ്യഭാഗത്ത് 2 ശ്വാസകോശങ്ങൾക്ക് ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എങ്ങനെയായിരിക്കും? ഒരു സാധാരണ മനുഷ്യൻ, അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ സാധാരണ സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ഹൃദയമിടിപ്പ് എങ്ങനെയായിരിക്കും? അത് വിശ്രമ അവസ്ഥയിൽ, അപ്പൊ നിങ്ങൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മിനിറ്റിൽ 70. ഓക്കെ, മിനിറ്റിൽ 70 മുതൽ എത്രയാ? മിനിറ്റിൽ 70 മുതൽ 72 തവണ വരെ മിടിക്കും. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സ്പീഡ് ഓടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഹൃദയമിടിപ്പ് നടച്ചുകൊണ്ടിരിക്കും അല്ലേ? പക്ഷെ വിശ്രമിക്കുന്ന സമയത്തോ അത് നോർമൽ ആയിട്ടായിരിക്കും അതിന്റെ പമ്പിങ് നടക്കുന്നുണ്ടാകുക അല്ലെ? അപ്പൊ വിശ്രമ സമയത്താണെങ്കിൽ 70 മിനിറ്റില് 70 മുതൽ 72 തവണ വരെ ഇടിക്കും കേട്ടോ. ഇനി ഇപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേടാ, എസ് എ നോഡ് എന്ന് പറഞ്ഞില്ലേ, സൈനോ ഏട്രിയൽ നോഡ്, അത് എവിടെയായിട്ടായിരിക്കും കാണപ്പെടുക? അപ്പൊ നമ്മൾ ഹൃദയത്തിന്റെ 4 അറകളുണ്ട്, മുകളിൽ 2 ഏട്രിയം, താഴെ 2 വെൻട്രിക്കിൾ എന്നൊക്കെ പറഞ്ഞു അല്ലെ? എവിടെയായിരിക്കും? ഈ ഏട്രിയത്തില് വലത് ഏട്രിയവും ഉണ്ട്, ഇടത് ഏട്രിയവും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ വലത് ഏട്രിയത്തിലാണ് എസ് എ നോഡ്
സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇത് ഹൃദയമിടിപ്പിന് ആവശ്യമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഈ എന്താ പറയാ, പല കാര്യങ്ങളും ഈ ഹൃദയത്തിൽ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ SA നോഡ് തന്നെയാണ്. അപ്പൊ SA നോഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മുകളിലെ ഏട്രിയത്തിൽ അല്ലെ, ഹൃദയത്തിന്റെ അറയായ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏട്രിയത്തിലെ വലത് ഏട്രിയത്തിലാണ് SA നോഡ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. അതേപോലെ തന്നെ ഈ ജീവകം സൂര്യപ്രകാശത്തില് ചർമ്മത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുന്നത്? ജീവകം ഡി ആണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യനിൽ എന്ത് ചെയ്യും? സ്വയം നിർമ്മിക്കുന്നതിനാൽ ഇതിനെ സൺലൈറ്റ് വൈറ്റമിൻ എന്നും സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ പറയും. അതേപോലെ തന്നെ എല്ല്, പല്ല് ഇവയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഏത്? വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന, വെരി ഇമ്പോർട്ടന്റ് ആണ്, കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. കാൽസ്യം ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പൊ നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഒരു ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ പറയും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് തരും. പക്ഷെ അതിനൊപ്പം തരുന്ന ഒരു സാധനമുണ്ട്, കാൽസ്യം ടാബ്ലറ്റും. അവർ തീർച്ചയായിട്ടും കാൽസ്യം ടാബ്ലറ്റും ചേരും. അതെന്താ? കാൽസ്യം ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വൈറ്റമിൻ ഡി അവിടെ അത്യാവശ്യമാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്തിനാ ഈ വിറ്റമിൻസ്, അല്ലെങ്കിൽ എന്തിനാ ഈ ജീവകങ്ങൾ എന്നൊക്കെ പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്തിനാണ്? നമ്മുടെ മനുഷ്യ ശരീരത്തില് സുഗമമായ പ്രവർത്തനം നടക്കണമെങ്കിൽ ചെറിയ അളവിലെങ്കിലും ആവശ്യമായ ജൈവ സംയുക്തങ്ങളാണ് ഏത്? വിറ്റമിൻസ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ തന്നെ ലയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും ഉണ്ട്, ലയിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലും വിറ്റമിൻസ് ഉണ്ട് അല്ലെ. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഉണ്ട്, ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഉണ്ട് അല്ലെ. ചില വിറ്റമിനുകൾ എന്ത് ചെയ്യും? കൊഴുപ്പിൽ ലയിക്കും. ചില വിറ്റമിനുകൾ ജലത്തിൽ ലയിക്കും. ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ് ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ് ADEK എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? കാഴ്ച ശക്തിക്കാണ് അല്ലെ. കാഴ്ച ശക്തിക്ക്, അതുപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമാണ്. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്? പല്ല് അല്ലെ. പല്ല് ആരോഗ്യത്തിന് ലഭിക്കുന്നു. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നു എന്ന് പറഞ്ഞു വൈറ്റമിൻ ഡി. ഇനി ജീവകം ഇ പറയുന്നത് എന്താണ്? ചർമ്മ സൗന്ദര്യത്തിനാണ് അല്ലെ. ചർമ്മ സൗന്ദര്യം, ബ്യൂട്ടി വിറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ പ്രതിരോധ ശേഷിക്ക് ആവശ്യമായതും എന്തിനാണ്? വൈറ്റമിൻ ഇ ആണ്. ജീവകം കെ എന്തിനാ ഉപയോഗിക്കുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. ഇനി ജീവകം ബിയും സിയും ഉണ്ട് അല്ലെ. ജീവകം ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഊർജ ഉൽപാദനത്തിനും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിനുമാണ്. നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിനും ഏത് ആവശ്യമാണ്? ബി കോംപ്ലക്സ് ആവശ്യമാണ്. എന്നാൽ സിയോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മുറിവുകൾ ഉണങ്ങാനും ഏതാവശ്യമാണ്? ജീവകം സി ആവശ്യമാണ്. ഇനി ജീവകം എ യുടെ രാസനാമം എന്താണ്? ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. റെറ്റിനോൾ ആണ് ജീവകം എയുടെ രാസനാമം എന്ന് പറയുന്നത്. വൈറ്റമിൻ എ കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ജീവകം ബി എന്താണ്? ഓരോന്നോരോന്ന് പഠിക്കുക. ജീവകം ഡി കാൽസിഫെറോള്, ഇ ടോക്കോഫിറോള്, വൈറ്റമിൻ കെ ഫിലോക്കിനോണ് എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ വൈറ്റമിന്റെ ചോദ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇപ്പൊ ഇവിടെ പഠിക്കേണ്ടത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏതൊക്കെയാണ്, ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏതൊക്കെയാണ് പഠിക്കുക. ആ ADEK ഏതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിക്കുക. എന്തിനൊക്കെയാണ് നമുക്ക് ഉപയോഗങ്ങളെ പഠിക്കാം. ബിയും സിയും എന്തിനൊക്കെയാണ് ഉപയോഗങ്ങൾ എന്ന് പഠിച്ചു വെക്കുക. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസംസും ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വിഘടനം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഈ വിഘടനം പറയുമ്പോൾ എന്താണെന്നറിയോ? ഈ ചത്ത ജീവികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ അവശിഷ്ടങ്ങള്, അതുപോലെ തന്നെ ഈ ഉണങ്ങിയ ഇലകള്,
തുടങ്ങിയ ജൈവ വസ്തുക്കളെ എന്ത് ചെയ്യും? ഈ സൂക്ഷ്മജീവികൾ, ഏത് സൂക്ഷ്മജീവികൾ? ബാക്ടീരിയ അല്ലെങ്കിൽ പൂപ്പലുകള്, ഇതൊക്കെ എന്ത് ചെയ്യും? ലളിതമായിട്ട് അതിനെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? വിഘടനം എന്ന് പറയുന്നത്. ഇത് മണ്ണിലെ പോഷക ഗുണം നിലനിർത്താൻ സഹായിക്കുന്നു. ഈ വിഘടനം വഴി എന്ത് ചെയ്യും? പോഷക ഗുണങ്ങൾ മണ്ണിൽ നിലനിർത്താൻ സഹായിക്കും ഈ വിഘടനം വഴി. അപ്പൊ ഈ ബാക്ടീരിയയും പൂപ്പലുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ചത്ത ജൈവാവശിഷ്ടങ്ങളെ അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യും? ഘടകങ്ങളാക്കി മാറ്റും. ഇനിയിപ്പോ ഇലകൾ വീഴുമ്പോൾ ഉണങ്ങും, ആ ഉണങ്ങിയ ഇലകളെ അതിന്റെ ഘടകങ്ങളാക്കി മാറ്റി ആ മണ്ണിൽ അബ്സോർബ് ആകണല്ലേ? അത് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് വല്ല ഉപകാരം ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ ഇതിനെയൊക്കെ ആക്കി തീർക്കുന്ന ഏത് തന്നെയാണ്? ഈ ബാക്ടീരിയ പോലുള്ള അല്ലെങ്കിൽ പൂപ്പലുകൾ പോലെയുള്ള ജൈവ വസ്തുക്കളാണ്, സൂക്ഷ്മാണുക്കളാണ് എന്ന് പഠിച്ചു വെക്കുക. ഇനി ഈ പ്രകാശ സംശ്ലേഷണം പറഞ്ഞാൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ആണ്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓക്സീകരണം? ഒരു പദാർത്ഥം എന്ത് ചെയ്യാണ്? ഓക്സിജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രക്രിയയാണ്. രാസപ്രവർത്തനത്തിൽ ഒരു പദാർത്ഥം ഓക്സിജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇനി ബാഷ്പീകരണം എന്താണ്? ദ്രാവകം ചൂടായിട്ട് എന്തായി മാറാണ്? വാതകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന്. ഡോട്ട്സ് അതായത് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ്. TB, ട്യൂബർകുലോസിസ് എന്ന ചികിത്സാ രീതിക്ക് ഉപയോഗിക്കുന്നതാണ് ഡോട്ട്സ് ചികിത്സാ രീതി. ലോകാരോഗ്യ സംഘടന, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷയരോഗ നിയന്ത്രണ രോഗനിർണയ ചികിത്സാ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? WHO പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏത്? ഈ ഡോട്ട്സ് എന്ന് പറയുന്ന ചികിത്സാ രീതി കേട്ടോ. അതായത് രോഗികളൊക്കെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കേണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ എന്ത് ചെയ്യണം? നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തുന്ന രീതിയാണിത്. ഇത് മരുന്നുകളോടുള്ള രോഗാണുക്കളുടെ പ്രതിരോധ ശേഷി തടയാനൊക്കെ എന്ത് ചെയ്യും? സഹായിക്കാറുണ്ട്. ഇനി എയ്ഡ്സ് പറഞ്ഞാൽ എന്താണ്? എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നതാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. ഇതിന് കാരണമാവുന്നത് എന്താണ്? HIV എന്ന വൈറസ് ആണ്. HIV വൈറസ് മൂലമാണ് എയ്ഡ്സ് രോഗം ഉണ്ടാകുന്നത്. എയ്ഡ്സിന് പൂർണ്ണമായിട്ട് എന്തില്ല? ഒരു പ്രതിവിധിയില്ല. മാറും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം രോഗബാധിതർ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. പക്ഷെ അവരുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ട് എന്ന ഒരു ചികിത്സാ രീതിയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ ആർട്ട് എന്ന ചികിത്സാ രീതിയാണ് വർദ്ധിപ്പിക്കുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ ആന്റി റിട്രോവൈറൽ തെറാപ്പി ചികിത്സാ രീതിയാണ് അവരുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പോളിയോ എന്ന് പറഞ്ഞാൽ പോളിയോമെലിറ്റിസ് അല്ലെ? പോളിയോ എന്ന് പറയുമ്പോൾ പോളിയോമെലിറ്റിസ് ആണ്. എന്താണ്? ഇതൊരു വൈറസ് രോഗമാണ്. പോളിയോ എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. പോളിയോ വൈറസ് മൂലമുണ്ടാകുന്ന ഈ രോഗം ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക? കുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. ഇത് നാഡീവ്യൂഹത്തെ ബാധിക്കും. എന്ത് ചെയ്യും? ഈ പോളിയോ വൈറസ് എന്ത് ചെയ്യും? നാഡീവ്യൂഹത്തെ ബാധിക്കും. അത് പിന്നീട് പക്ഷാഘാതത്തിന് കാരണമാവുകയും ചെയ്യും. ഇനി പോളിയോ തുള്ളിമരുന്നിലൂടെയും ഓറൽ പോളിയോ വാക്സിൻ OPV ഇല്ലേ? അതുപോലെ തന്നെ IPV ഉണ്ട്. OPV എന്താ? ഓറൽ പോളിയോ വാക്സിൻ ആണ്, തുള്ളിമരുന്നാണ് ഇല്ലേ? IPV എന്താ? കുത്തിവെപ്പിലൂടെയും എന്ത് ചെയ്യാം? ഈ രോഗം പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാനായിട്ട് പറ്റും. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി എന്താണ്? ഇതും എന്ത് തന്നെയാണ്? ഒരു വൈറസ് രോഗമാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് കേട്ടോ. പകർച്ചവ്യാധിയാണ്. ഇത് ബാധിക്കുന്നത് കരളിനെയാണ്. അതായത് കരള് വീങ്ങും, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവയിലേക്ക് ഇത് നയിക്കും. കരളിനെ ബാധിക്കും. ഇത് എന്താകും? സിറോസിസ് ആകും. സിറോസിസ് എന്ന അസുഖത്തിലേക്ക് ബാധിക്കാം. അല്ലെങ്കിൽ
കരള് എന്ത് ചെയ്യും, വീക്കം സംഭവിക്കാം, അല്ലെങ്കിൽ അത് ലിവർ ക്യാൻസറിലേക്ക് വരുത്തും. ഓക്കെ, ഇതിനെതിരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിൻസ് ലഭ്യമാണ്. ഇതിനൊക്കെ വാക്സിൻസ് ലഭ്യമാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി അതേപോലെ നമ്മൾ ക്ഷയരോഗം പറഞ്ഞു അല്ലെ? ക്ഷയരോഗം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയാണ് ഡോട്ട്സ് ചികിത്സാ രീതിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു. ഈ ക്ഷയരോഗം എന്ന് പറഞ്ഞത് ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ രോഗമാണ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ ആണ് ഇതിന് ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ ആണ് ഇതിന് കാരണമാകുന്നത്. ഓക്കെ ആണോ? ഇത് ബാധിക്കുന്നത് എവിടെയാണ് ആയിരിക്കാണ്? ക്ഷയരോഗം ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ക്ഷയരോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. മറ്റു അവയവങ്ങളെയും ബാധിക്കും, എന്നാൽ പ്രധാനമായിട്ടും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഈ രോഗം പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ ലോകാരോഗ്യ സംഘടന ആവിഷ്കരിച്ച ചികിത്സാ രീതിയാണ് ഡോട്ട്സ് ചികിത്സ എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ്, ഷോർട്ട് കോഴ്സ് എന്ന് ഇതിനെ പറയുന്നു. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? അത് ശൈലി ആപ്പാണ്. ജീവിതശൈലി ആപ്പാണ്. എന്ത് ചെയ്യും? ഈ 30 വയസ്സുണ്ടല്ലോ, ഈ 30 ഏജ് മുകളിലുള്ള വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങളും ജീവിതശൈലി രീതികളും ശേഖരിക്കുക എന്നതാണ് ഈ ശൈലി ആപ്പ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ പ്രമേഹം, അതുപോലെ തന്നെ BP, ഹൃദ്രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ക്യാൻസർ തുടങ്ങിയ പകർച്ചേതര രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുക. അതായത് ഇപ്പൊ ജലദോഷം അങ്ങനെ മറ്റു പകരുന്ന രോഗങ്ങളുണ്ടല്ലോ, പകരുന്ന രോഗങ്ങൾക്കല്ല ശൈലി ആപ്പ്. പകരാതിരിക്കുന്ന രോഗങ്ങൾ, ഹൃദ്രോഗം പകരുമോ, ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ പകർച്ചേതര രോഗങ്ങൾക്ക് തുടക്കത്തിലെ കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തു ചെയ്യും? ഇവിടെ ആശാപ്രവർത്തകരുടെ പങ്കാളിത്തമാണ് എന്ത് ചെയ്യുന്നത്? ഇതില് കൂടുതലായിട്ട് പ്രവർത്തകർ എന്ത് ചെയ്യും? നേരിട്ട് വീടുകളൊക്കെ പോയി സന്ദർശിച്ചിട്ട് ഈ ആപ്പ് വഴിയിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തും. അതേപോലെ തന്നെ ഇതെങ്ങനെയാ ഇതിന്റെ ഡാറ്റ രൂപീകരിക്കുന്നത്? ഇപ്പൊ പഞ്ചായത്ത് ഉണ്ടല്ലോ, പഞ്ചായത്തില് സംസ്ഥാന തലത്തിലൊക്കെ ജീവിതശൈലി രോഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ സർക്കാർ ലഭ്യമാക്കാൻ ഈ ശൈലി ആപ്പ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഫസ്റ്റ് ഇതിന്റെ ഒരു ഒന്നാം ഘട്ടത്തിലുണ്ടല്ലോ 1.0-ല് 1.5 കോടിയിലധികം ആളുകളെ സ്ക്രീൻ ചെയ്തതിന് ശേഷം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായിട്ട് 2.0 ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു. ഇതിലിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൃദ്രോഗങ്ങള്, പിന്നെ എന്തൊക്കെ അസുഖങ്ങൾ പറഞ്ഞത്, BP-യും ഷുഗറും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാ പറഞ്ഞത് അല്ലെ. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലില്ലേ ഇതില് ക്യാൻസർ, അതുപോലെ തന്നെ ക്ഷയരോഗം, അതുപോലെ തന്നെ കുഷ്ഠരോഗം, അന്ധത, അതേപോലെ തന്നെ ബധിരത എന്നിവയ്ക്കൊക്കെ മുൻകൂട്ടി കണ്ടെത്താനും ഈ 2.0-ലൂടെ എന്ത് ചെയ്തു? ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? തീർച്ചയായിട്ടും അത് HIV വൈറസ് തന്നെയാണ് കേട്ടോ. ഈ വൈറസ് എന്ത് ചെയ്യും? ഈ HIV വൈറസ് ഉണ്ടല്ലോ, നമ്മുടെ മനുഷ്യന്റെ രോഗപ്രതിരോധ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കോശമായ, ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, T ലിംഫോസൈറ്റ് ആണ് കേട്ടോ. T ലിംഫോസൈറ്റുകളെ ആക്രമിച്ചുകൊണ്ട് ഒരു സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യും? പൂർണ്ണമായി ബാധിക്കുകയും രോഗപ്രതിരോധ ശേഷി തകർക്കുകയും ചെയ്യുന്നു. HIV വൈറസ് T ലിംഫോസൈറ്റ് കോശങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ആക്രമിക്കുന്നത് കേട്ടോ. T ലിംഫോസൈറ്റ്. അതേപോലെ തന്നെ ചിക്കൻ ബോക്സ് വൈറസ് പറയുമ്പോൾ ചിക്കൻ ബോക്സ് രോഗത്തിന് എന്ത് ചെയ്യുന്നു? ചിക്കൻ ബോക്സ് വൈറസ് എന്താണ്? ഒരു ചിക്കൻ ബോക്സ് രോഗത്തിന് കാരണമാകുന്നുണ്ട് അല്ലെ. ചിക്കൻ ബോക്സ് വേരിസെല്ല വൈറസ് ആണ് കേട്ടോ. വേരിസെല്ല വൈറസ് ആണ് ഇതിന് കാരണമാകുന്നത്. ഓക്കെ ആണോ? ഇനി റൈനോ വൈറസ് എന്താ? റൈനോ വൈറസ് ജലദോഷത്തിന് കാരണമാകുന്നത് കേട്ടോ. ജലദോഷത്തിന് കാരണമാകുന്നത് റിനോ വൈറസ് ആണ്. റിനോ എന്നൊക്കെ പറയാം.
പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പറഞ്ഞാൽ? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് ഇതിൽ പറയുന്നത്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് ഇതിൽ പറയുന്നത്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമപ്രകാരം ഓരോ പ്രവൃത്തിക്കും എന്തുണ്ട്? തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും എന്നാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത്. ഓരോ പ്രവൃത്തിക്കും എന്തുണ്ടാകും? ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രത്യാഘാതം ഉണ്ടായിരിക്കും എന്നാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. അതുകൊണ്ട് തന്നെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമപ്രകാരം രണ്ടും എന്തായിരിക്കും? എതിർദിശയിലായിരിക്കും. പ്രവൃത്തിയും പ്രതിപ്രവൃത്തിയും എപ്പോഴും എന്തായിരിക്കും? വിപരീത ദിശയിലായിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും എപ്പോഴും വിപരീത ദിശ അല്ലെങ്കിൽ എതിർദിശയിൽ ആയിരിക്കും. എന്നാൽ ഇതിന് തമ്മിലുള്ള അളവ് തുല്യമായിരിക്കും. ഇതിന്റെ അളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്നാൽ ദിശ എതിർദിശയിലും ആയിരിക്കും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ്? പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ലോഹത്തിന്റെ ഉപരിതലത്തിലില്ലേ, ലോഹോപരിതലത്തിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റില് പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുന്ന സമയത്ത്, ഇതിപ്പോ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്, ഫോട്ടോ ഇലക്ട്രിക് ഇതാണെന്ന് പഠിക്കാം. ഈ ഇഫക്റ്റില് പ്രകാശത്തിന്റെ തീവ്രത എന്ത് ചെയ്യാണ്? വർദ്ധിക്കുന്ന സമയത്ത് ഈ ലോഹത്തിന്റെ ഉപരിതലത്തിൽ എന്ത് ചെയ്യും? ഫോട്ടോണുകളുടെ എണ്ണം കൂടും. എന്താണ്? ഫോട്ടോണുകളുടെ എണ്ണം കൂടും. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുന്ന സമയത്ത് ഫോട്ടോണുകളുടെ എണ്ണം കൂടും. ഒരു ഫോട്ടോണിന് എന്താണ്? ഒരു ഇലക്ട്രോണിനെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? പുറന്തള്ളാനായിട്ട് സാധിക്കൂ. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ പുറന്തള്ളാൻ സാധിക്കൂ. അപ്പൊ ഇവിടെ തീവ്രത വർദ്ധിക്കുന്തോറും ഫോട്ടോണിന്റെ എണ്ണം എന്ത് ചെയ്യും? തീവ്രത വർദ്ധിക്കും തോറും ഫോട്ടോണിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ആ ഫോട്ടോണിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും തോറും ഇലക്ട്രോണിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. അത് ശ്രദ്ധിക്കണേ. ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ പുറന്തള്ളാൻ സാധിക്കൂ. എന്നാൽ ഇവിടെ തീവ്രത വർദ്ധിക്കുന്നത് കൊണ്ട് ഫോട്ടോണുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് ഇലക്ട്രോണുകളുടെ എണ്ണവും വർദ്ധിക്കും. എന്നാൽ ഇവിടെ എ ഓപ്ഷനായ ഗതികോർജം, ഈ ഗതികോർജത്തിന്റെ തെറ്റ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗതികോർജം എപ്പോഴും പ്രകാശത്തിന്റെ തീവ്രതയെ അല്ല ആശ്രയിക്കുന്നത്. ഗതികോർജം എപ്പോഴും പ്രകാശത്തിന്റെ തീവ്രതയെ ആശ്രയിക്കുന്നില്ല. ഗതികോർജം എപ്പോഴും ആവൃത്തിയെ ആണ് ആശ്രയിക്കുന്നത്. ഗതികോർജം പ്രകാശത്തിന്റെ തീവ്രതയെ ആശ്രയിക്കുന്നില്ല, പക്ഷെ ഏതിനെയാണ് ആശ്രയിക്കുന്നത്? ആവൃത്തിയെയാണ്. പ്രകാശത്തിന്റെ ആവൃത്തിയെ ആണ് എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ G തന്നിട്ടുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ ഭാരം ഭാരം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? W അല്ലെ? W സമം മാസ് ഇൻറ്റു G ആണ്. ഇവിടെ വസ്തുവിന്റെ W എഴുതി, മാസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 കിലോഗ്രാം തന്നിട്ടുണ്ട്. 10 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? മാസ് എത്രയാണ്? 10 കിലോഗ്രാം തന്നു. ഇനി G തന്നിട്ടുണ്ട്. ഇവിടെ G എത്രയാ തന്നിരിക്കുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ചെയ്ത് നോക്കിക്കേ. 10 കിലോഗ്രാം ഇൻറ്റു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഭാരം എന്ന് പറയുമ്പോൾ ഭാരം അളക്കാനുള്ള യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ് അല്ലെ? ഭാരം അളക്കാനുള്ള യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അപ്പൊ 100 ന്യൂട്ടൺ ആണ്. 100 ന്യൂട്ടൺ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറെറ്റ്, ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്?
നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ അല്ലെ, ഫിസിക്സിൽ കിട്ടിയ നോബൽ സമ്മാനമാണ് ഇത്. ഈ ജോൺ ക്ലർക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ജോൺ ക്ലർക്ക് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനും അതേപോലെ തന്നെ മൈക്കൽ ഡെവോറട്ട് വന്നിട്ട് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനുമാണ്. ജോൺ മാർട്ടിനിസ് വന്നിട്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞനുമാണ്. ഇവരുടെ കണ്ടുപിടുത്തം 2025 ഫിസിക്സിലെ നോബൽ സമ്മാനത്തിന് ഇവരെ അർഹനാക്കിയത് എങ്ങനെയാണ്? ഇവർ 3 പേർക്കും അർഹത കിട്ടിയത് എന്തുകൊണ്ടാണ്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ, വാക്കുകൾ ശ്രദ്ധിക്കണേ, ഇലക്ട്രിക്, കാരണം ഓപ്ഷനിലൊക്കെ അടുപ്പിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് അതാണോ ഇതാണോ എന്ന് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക്, ശ്രദ്ധിക്കണേ, മാക്രോ ആണ്, മൈക്രോ അല്ല, മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എനർജി ക്വാണ്ടൈസേഷൻ എന്നിവ കണ്ടെത്തിയതിനാണ്. മെക്കാനിക്കൽ ടണലിംഗ്, അതുപോലെ തന്നെ എനർജി ക്വാണ്ടൈസേഷൻ എന്നിവ കണ്ടെത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിംഗ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും എനർജി ക്വാണ്ടൈസേഷനും കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് 3 പേർക്ക് 2025 ഫിസിക്സിലെ നോബൽ പുരസ്കാരം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ട്രിഷ്യമാണ് വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്. ഹൈഡ്രജന് പ്രധാനമായിട്ടും 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. ഹൈഡ്രജന് എത്ര ഐസോടോപ്പാണ്? 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. അതിൽ ഒന്ന് ഏതാണ്? പ്രോട്ടിയമാണ്. ഏതാണ്? പ്രോട്ടിയത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ്. അതായത് 100-ൽ 99.98% പ്രോട്ടിയം കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ഇനി രണ്ടാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? ഡ്യൂട്ടീരിയം. ഏതാണ്? ഡ്യൂട്ടീരിയം. ഇത് പ്രകൃതിയിൽ വളരെ കുറഞ്ഞ അളവിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്? കാണപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടീരിയവും ട്രിഷ്യവുമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷെ അന്ന് ഓപ്ഷനിൽ ട്രിഷ്യമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഡ്യൂട്ടീരിയം വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നു. അതായത് ഏകദേശം 0.015%. 99.98 പോയി ബാക്കി ആകെ 2% ഉള്ളൂ ബാക്കി. അതിൽ തന്നെ 0.015% ഏത് വരുന്നത്? ഡ്യൂട്ടീരിയം വരുന്നത്. ഇനി ട്രിഷ്യമാണ്. മൂന്നാമത്തേത് ഏതാണ്? ട്രിഷ്യം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പാണ്. ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏത് എന്ന് പറയുന്നത് ട്രിഷ്യമാണ്. റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പാണ്. ഇത് ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ, അതായത് വളരെ നിസ്സാരമായി അതിസൂക്ഷ്മമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു ഇതാണ്. ഏതാണ്? കുറഞ്ഞ അളവിലാണ് ഏത് കാണപ്പെടുന്നത്? ട്രിഷ്യം കാണപ്പെടുന്നത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ഇവിടെ തന്നിരിക്കുന്നത് വാതകത്തിന്റെ മർദ്ദവും തന്നിട്ടുണ്ട്. വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ? അതായത് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് ഇക്വേഷൻ വരുന്നത്. മർദ്ദം കൂടുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതം പറഞ്ഞാൽ മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തം കുറയും. ബോയിൽ നിയമം പറയുന്നത്, ബോയിൽ നിയമം ഫസ്റ്റത്തെ ഏതാണ്? ആൻസർ ഏതാണ്? ബോയിൽ നിയമമാണ് കേട്ടോ. ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തം കുറയും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിപരീത അനുപാതത്തിലാണ് നടക്കുന്നത്. അപ്പൊ അതെന്താണ്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കേണ്ടത് വ്യാപ്തവും മർദ്ദവും വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോ, വ്യാപ്തവും മർദ്ദവും വന്നു കഴിഞ്ഞാൽ അത് ബോയിൽ നിയമമാണ് എന്ന് പഠിക്കുക. ഇനി ചാൾസ് നിയമത്തിൽ എന്താ പറയുന്നത്? എന്താണ്? സ്ഥിരമർദ്ദത്തില് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലായിരിക്കും. ഇവിടെ വ്യാപ്തവും വരും
അതേപോലെ തന്നെ താപനിലയും വ്യാപ്തവും താപനിലയും എന്തായിരിക്കും? നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇനി അടുത്തത് ഏതാണ് ഓപ്ഷൻ? അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമത്തിൽ എന്താ പറയുന്നത്? അവഗാഡ്രോ നിയമത്തില് സ്ഥിര താപനിലയിലും മർദ്ദത്തിലും വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തം തന്മാത്ര നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇതും എന്ത് തന്നെയാണ്? വ്യാപ്തവും അതേപോലെ തന്നെ തന്മാത്രകളും എന്തായിരിക്കും? നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വിപരീത അനുപാതത്തിൽ വരുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തത് ഗേ-ലൂസാക്ക് നിയമം. എന്താണ്? സ്ഥിരവ്യാപ്തത്തിൽ വാതകത്തിന്റെ മർദ്ദം ആൻഡ് പിന്നെന്താണ്? താപനില. മർദ്ദവും താപനിലയും എന്തായിരിക്കും? നേർ അനുപാതത്തിൽ ആയിരിക്കും. മർദ്ദം, പ്രഷറും താപനിലയും നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇത് സുഖമാണ് പഠിക്കാൻ. ഈ നിയമം പഠിക്കാനുണ്ടല്ലോ. ബോയിൽ നിയമം പറയുമ്പോൾ മർദ്ദവും വ്യാപ്തവും പഠിക്കുക. ആ ബോയിൽ നിയമം മാത്രമാണ് വിപരീത അനുപാതത്തിൽ വരുന്നത്. മനസ്സിലായോ? ബോയിൽ നിയമം മാത്രമാണ് വിപരീത അനുപാതത്തിൽ വരുന്നത്. ബാക്കി എല്ലാം നേർ അനുപാതത്തിൽ ആണ്. ബോയിൽ നിയമം മർദ്ദവും വ്യാപ്തവും കണ്ടോ? അത് ബോയിൽ നിയമമാണ്. പക്ഷെ നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കേ, മർദ്ദം വ്യാപ്തം ബോയിൽ നിയമമാണ്. എന്നാൽ ചാൾസ് നിയമത്തിലെ വ്യാപ്തവും താപനിലയുമാണ്. അവഗാഡ്രോ നിയമത്തിലെ വ്യാപ്തവും തന്മാത്രയുമാണ്. ഗേ-ലൂസാക്കില് മർദ്ദവും താപനിലയുമാണ്. ഇതിലേത് ഏത് വരുന്നു എന്ന് പഠിക്കുക. ബോയിൽ നിയമം മാത്രമാണ് വിപരീത അനുപാതത്തിൽ. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ് എന്ന് പറയുന്നത്? 7-നേക്കാൾ കുറവാണെങ്കിൽ അത് എന്തായിരിക്കും? ആസിഡ് സ്വഭാവം ആയിരിക്കും. ഇനി 7-നേക്കാൾ കൂടുതലാണെങ്കിൽ അത് ആൽക്കലി സ്വഭാവം ആയിരിക്കും. ഓക്കെ, അപ്പൊ 7-നേക്കാൾ കുറവ് ഇവിടെ ഏതാണെന്ന് ചോദിച്ചാൽ 7-നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ അത് ആസിഡ് സ്വഭാവം ഉള്ളതായിരിക്കും. അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതായിരിക്കും? NH4Cl ആണ്. ബി ആണ്. അത് ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് കേട്ടോ. അമോണിയം ക്ലോറൈഡ് ആണ് NH4Cl എന്ന് പറയുന്നത്. ആ NH4Cl എന്തൊക്കെ ഉണ്ടാകും? അമോണിയം ക്ലോറൈഡില് എന്തൊക്കെ ഉണ്ടാകും? HCl പറഞ്ഞു അല്ലെ? HCl ഉണ്ട്. അപ്പൊ അവിടെ ഏതാണ് വരിക? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടോ? ആസിഡ് പറയുമ്പോൾ താഴെയല്ലേ? ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ അതിൽ ഏതുണ്ടാകും? അമോണിയം ഹൈഡ്രോക്സൈഡും ചേർന്നതാണ് കേട്ടോ. അമോണിയം ഹൈഡ്രോക്സൈഡും ചേർന്നതാണ് ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡും ചേർന്നതാണ് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ CH3COONA അതെന്താണ്? സോഡിയം അസറ്റേറ്റ് ആണ് കേട്ടോ. ഇത് സോഡിയം അസറ്റേറ്റ് ആണ് എ ഓപ്ഷൻ വരുന്നത്. ഇനി CH3COONH4 ഇത് അമോണിയം അസറ്റേറ്റ് ആണ്. അത് സോഡിയം അസറ്റേറ്റ്, ഇത് അമോണിയം അസറ്റേറ്റ്. ഇനി NaCl നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ആണ് അല്ലെ? സോഡിയം ക്ലോറൈഡ് 2025 രസതന്ത്ര നോബൽ സമ്മാനം എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഏതിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിനാണ് കേട്ടോ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിനാണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് കേട്ടോ. രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിനാണ് കേട്ടോ. ആരൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചത്? രസതന്ത്ര നോബൽ സമ്മാനം സുസുമു കിറ്റഗാവ. ഒന്ന് ആരാണ്? സുസുമു കിറ്റഗാവ. പിന്നെ രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ റിച്ചാർഡ്
റോബ്സൺ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി, ഈ 3 പേർ ചേർന്നിട്ടാണ് ഈ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് കണ്ടുപിടിച്ചത്. എന്താണെന്നറിയോ ഇതിന്റെ പ്രത്യേകത? ഈ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിന്റെ പ്രത്യേകത എന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡിനില്ലേ, കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാനും ഹൈഡ്രജന്റെ സംഭരണത്തിനും അതുപോലെ തന്നെ ജലത്തിന്റെ ശുദ്ധീകരണത്തിനും എല്ലാം ഈ സാങ്കേതിക വിദ്യ സഹായകമാണ്. മെറ്റൽ ചിലപ്പോൾ നാളെ ഓപ്ഷൻ എങ്ങനെയായിരിക്കാം? 2025 സുസുമു കിറ്റഗാവയും റിച്ചാർഡ് റോബ്സണും ഒമർ യാഗിയും ചേർന്ന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിലൂടെ കണ്ടെത്തി. ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്നും വേർതിരിക്കാനും ഹൈഡ്രജന്റെ സംഭരണത്തിനും ജലത്തെ ശുദ്ധീകരിക്കാനും എന്ത് ചെയ്യും? ഇത് സഹായിക്കും. വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. ഈ വരികൾ ആരുടേതാണ്? എന്താണ് ഈ വരി കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? വിദ്യ കൊണ്ട് അല്ലെ, അറിവ് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം? അറിയണല്ലേ. എന്നിട്ട് എന്താണ്? അതൊന്നും ഇല്ലാതെ ഞാനാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവല്ലേ, അത് നടിക്കുന്നതാണ് ചിലർ അല്ലേ. അതേപോലെ തന്നെ കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. ഈ വരികൾ ആരുടേതാണ്? പൂന്താനം നമ്പൂതിരിയുടേതാണ്. അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാനിയിൽ നിന്നുള്ള വരികളാണ്. ജ്ഞാനപ്പാനിയിലെ വരികളാണ് ഇവ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവും കൂടിയായ കായിക താരമാണ് എൽദോസ് പോൾ എന്ന് പറയുന്നത്. ഈ എൽദോസ് പോള് ഒരു ട്രിപ്പിൾ ജമ്പ് താരമാണ്. പഠിച്ചു വെക്കണേ, എൽദോസ് പോള് ട്രിപ്പിൾ ജമ്പ് താരമാണ്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസില് ട്രിപ്പിൾ ജമ്പില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗോൾഡ് മെഡൽ നേടിയ ആദ്യ മലയാളി കൂടിയാണ് ഇദ്ദേഹം. പഠിക്കണേ, 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം കിട്ടി. അദ്ദേഹം ട്രിപ്പിൾ ജമ്പ് താരമാണ്. കോമൺവെൽത്ത് ഗെയിംസില് സ്വർണ്ണ മെഡൽ നേടുന്ന ട്രിപ്പിൾ ജമ്പില് കോമൺവെൽത്ത് ഗെയിംസില് ട്രിപ്പിൾ ജമ്പില് ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ്. 2022 ഇദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുന്നത്. 2022 പഠിച്ചു വെക്കണം. എൽദോസ് പോള് ട്രിപ്പിൾ ജമ്പ് താരമാണ്. 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായി. 2022 അർജുന പുരസ്കാരം ലഭിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന മലയാളി കൂടിയാണ് ഇദ്ദേഹം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ചിറക്കലാണ്, കണ്ണൂരിലെ ചിറക്കലിലാണ്. 1995ലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമാകുന്നത്. നാടൻ കലകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നാടൻ കലകളെ സംരക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത്? കേരള ഫോക്ലോർ അക്കാദമി നിലവിൽ വന്നത്. ഇതൊരു കേരള സർക്കാരിന്റെ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഇത് സ്ഥാപിച്ചത്. ഇതിന്റെ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത ചിറയായ ചിറക്കൽ ചിറയുടെ കരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ചിറക്കൽ ചിറയുടെ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത ചിറയായ ചിറക്കൽ ചിറയുടെ കരയിലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഒരുപാട് 95ലാണ് നിലവിൽ വന്നത് എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ തെയ്യം, തിറ, അതുപോലെ തന്നെ മുടിയേറ്റ് തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ വേഷവിധാനങ്ങള്, കോലങ്ങള്, ആയുധങ്ങള് ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള മ്യൂസിയവും ഫോക്ലോർ ലൈബ്രറിയും ഒക്കെ എവിടെ ഉണ്ട്? ഈ അക്കാദമിയിൽ ഉണ്ട് കേട്ടോ.
തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവിങ്ങിൻ പാളിയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചിട്ടാണ് ഈ വിവരങ്ങൾ? ഏതാണ്? പടയണിയാണ് കേട്ടോ. ഏതാണ്? പടയണിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് കേട്ടോ. പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ദേവപ്രീതിക്കായിട്ട്, ദേവി കേട്ടോ, ദേവിയാണ്, ദേവി പ്രീതിക്കായിട്ട് നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഈ പടയണിയിലുണ്ടല്ലോ. പടയണിയില് ഒരുപാട് കോലങ്ങളുണ്ട്. ഗണപതി കോലമുണ്ട്. ഏതാണ്? ഗണപതി കോലം. അതുപോലെ തന്നെ മറുതക്കോലം. പടയണി എന്ന കലാരൂപത്തില് ഗണപതി കോലമുണ്ട്, മറുതക്കോലമുണ്ട്, കാലൻ കോലമുണ്ട് കേട്ടോ. കാലൻ കോലമുണ്ട്, ഭൈരവി കോലമുണ്ട്. ഏതാണ്? ഭൈരവി, ഭൈരവി കോലമുണ്ട്, യക്ഷിക്കോലം. ഏതാണ്? യക്ഷിക്കോലം. അതേപോലെ തന്നെ പക്ഷിക്കോലം. ഇത് 5 ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഗണപതിക്കോലം എന്തിനാണ്? തടസ്സങ്ങൾ മാറാനും ആദ്യമായി രംഗത്തെത്തുന്ന കോലവുമാണ്. തടസ്സങ്ങൾ മാറാൻ കേട്ടോ. തടസ്സം മാറാൻ ആദ്യമായിട്ട് പടയണി കലാരൂപം അവതരിപ്പിക്കുന്ന സമയത്ത് ആദ്യം രംഗത്തെത്തുന്ന കോലം ഏതെന്ന് ചോദിച്ചാൽ ഗണപതി കോലമാണ്. മർദ്ദക്കോലം പറയുമ്പോൾ വസൂരി അടങ്ങിയ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയാടുന്നതാണ്. വസൂരി തടയാൻ. ഓക്കെ, ഇത് തടസ്സം മാറാനാണ് ഗണപതി കോലം. അതുപോലെ തന്നെ ആദ്യമായിട്ട് രംഗത്തെത്തുന്ന കോലവും ഗണപതി കോലമാണ്. ഇനി മർദ്ദക്കോലം എന്ന് പറയുമ്പോൾ വസൂരി അടങ്ങിയ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ കെട്ടിയാടുന്നതാണ് മർദ്ദക്കോലം. കാലൻകോലോ? മാർക്കണ്ഡേയന്റെ ജീവൻ രക്ഷിക്കാൻ കാലനെ ദേവി നിഗ്രഹിക്കുന്ന രംഗം ഇതിൽ നൃത്തരൂപത്തില് അവതരിപ്പിക്കുന്നു. മാർക്കണ്ഡേയന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലനെ എന്ത് ചെയ്യാണ്? ദേവി നിഗ്രഹിക്കുകയാണ്. ഓക്കെ, മാർക്കണ്ഡേയന്റെ ജീവൻ രക്ഷിക്കണം, ഇപ്പൊ ജീവൻ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാലനെ ദേവി എന്ത് ചെയ്യാണ്? നിഗ്രഹിക്കുന്നതാണ് കാലൻകോലം. ഇനി ഭൈരവി കോലം എന്താണ്? ഭൈരവി കോലം പടയണിയിലെ ഏറ്റവും വലിയ കോലം. പ്രീവിയസ് ചോദ്യമാണ് ഇത്, പഠിച്ചു വെക്കണം. പടയണിയിലെ ഏറ്റവും വലിയ കോലം ഏതെന്ന് ചോദിച്ചാൽ അത് ഭൈരവി കോലമാണ്. കവുങ്ങിൻ പാളകൾ ഒന്നിച്ച് ചേർത്തിട്ട്, കവുങ്ങില്ലേ അതിന്റെ ആ പാളയുണ്ടല്ലോ, അതിനെ ഒന്നിച്ച് ചേർത്തിട്ട് വലിപ്പമേറിയ കിരീടത്തോടെയാണ് ഭൈരവി രംഗത്തിറങ്ങുക കേട്ടോ. ഇനി യക്ഷിക്കോലവും പക്ഷിക്കോലവും പ്രകൃതി ശക്തി, അതേപോലെ തന്നെ പ്രകൃതി ശക്തി, ഉപദേവതകളൊക്കെ ഉണ്ടല്ലോ, ഉപദേവതകള്, അതായത് ഇപ്പൊ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ താഴെ മന്ത്രിമാരുണ്ടല്ലോ, അതുപോലെ ദേവതകൾ ഉണ്ടാവും. അവർക്ക് ഉപദേവതകളെയും പ്രതിനിധീകരിക്കുന്നതാണ് യക്ഷിക്കോലവും പക്ഷിക്കോലവും. പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഈ പടയണിയിൽ മെയിനായിട്ട് എന്താ ചോദിച്ചാൽ മെയിനായിട്ട് ഭക്തി മാത്രമൊന്നുമല്ല. എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ ഉണ്ടല്ലോ, അതേപോലെ തന്നെ അനാചാരങ്ങൾ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ എന്ത് ചെയ്യാണ്? പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ആക്ഷേപഹാസ്യ രംഗങ്ങളും പടയണിയുടെ ഭാഗമായിട്ട് അരങ്ങേറാറുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും പടയണി എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും അത് ഭക്തിയാണ് എന്ന് വിചാരിക്കും. പക്ഷെ ഭക്തിയല്ല. ഭക്തി ഉണ്ട്, പക്ഷെ ഭക്തി മാത്രമല്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകളെയും മോശപ്പെട്ട കാര്യങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന ഒരു ആക്ഷേപഹാസ്യ രംഗങ്ങളും പടയണിയുടെ ഭാഗമായിട്ട് അരങ്ങേറാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ കോലങ്ങൾ കെട്ടുമ്പോൾ പടയണിയുടെ ഭാഗമായിട്ടുണ്ടല്ലോ ഈ പരദേശി, വേലൻ, പുലയൻ തുടങ്ങിയ വിനോദ കോലങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അത് പഠിച്ചു വെക്കണം കേട്ടോ. പടയണിയുടെ പ്രധാനപ്പെട്ട വാദ്യോപകരണം ഏതാണ്? തപ്പ്. പ്രീവിയസ് ആണ്. തപ്പ് പടയണിയുടെ പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് തപ്പ്. ഇതൊരു തുകൽ വാദ്യമാണ്. തപ്പ് എന്താണ്? ഒരു തുകൽ വാദ്യമാണ്. തപ്പ് പഠിക്കണേ. തപ്പ് പടയണിയുടെ പ്രധാനപ്പെട്ട വാദ്യ രൂപമാണ്. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായിട്ട് ചേർത്ത് എഴുതിയിട്ടുള്ളത് ആരൊക്കെയാണ്? 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. കോട്ടയത്ത് തമ്പുരാന്റേതാണ് കല്യാണ സൗഗന്ധികം. ഉണ്ണായി വാര്യറിൻ്റെതാണ് നളചരിതം. പഠിച്ചു വെക്കണം. കോട്ടയത്ത് തമ്പുരാൻ, കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ നളചരിതം. ഇനി അശ്വതി തിരുനാളിൻ്റെതാണ് അംബരീഷ ചരിതം. അശ്വതി തിരുനാളാണ് അംബരീഷ ചരിതം. എരയിമ്മൻ തമ്പിയുടേതാണ് ഉത്തരാ സ്വയംവരം. എരയിമ്മൻ തമ്പി ഉത്തരാ സ്വയംവരം. പഠിച്ചു വെച്ചു അല്ലെ? 4 പഠിച്ചു വെച്ചല്ലോ. ഇനി ഈ അംബരീഷ ചരിതം ആട്ടക്കഥ ഉണ്ടല്ലോ, അത് അശ്വതി തിരുനാൾ രാമവർമ്മ തമ്പുരാനാണ് രചിച്ചത് എന്ന് പറഞ്ഞത് പ്രശസ്തമായിട്ടുള്ള കഥകളി ആട്ടക്കഥയാണ് കേട്ടോ. കഥകളി ആട്ടക്കഥയാണ്
ഏത് അംബരീഷ ചരിതം എന്ന് പറയുന്നത്. 1897 ഈ തുള്ളല് പ്രസിദ്ധീകരിക്കുന്നത്. അത് ആരാണ് രചിച്ചത്? ഈ തുള്ളൽ കൃതി രചിച്ചത് ടി കേളുക്കുറുപ്പാണ് കേട്ടോ. ടി കേളുക്കുറുപ്പ് ആണ് ഏത് ചെയ്തിരിക്കുന്നത്? അംബരീഷ ചരിതം തുള്ളല് 1897 രചിച്ചിരിക്കുന്നത് കേട്ടോ. സ്വയംവരം, ഉത്തര സ്വയംവരം ഇരയിമ്മൻ തമ്പിയാണ്. ഉത്തര സ്വയംവരം ആരുടെയാണ്? ഇരയിമ്മൻ തമ്പി അല്ലെ. ഇരയിമ്മൻ തമ്പി ആരാ? പ്രശസ്തനായ കവിയാണ് അല്ലെ, സംഗീതജ്ഞനും കവിയുമാണ് ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. അദ്ദേഹം രചിച്ച ഏറ്റവും ജനപ്രിയമായ ഒരു കഥകളി ആട്ടക്കഥയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഇതിവൃത്തം എന്താണെന്ന് അറിയാം? ഉത്തര സ്വയംവരത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് മഹാഭാരതത്തില് പാണ്ഡവരുടെ അജ്ഞാതവാസം, അജ്ഞാതവാസത്തെ ആ സമയത്തുണ്ടാകുന്ന ആ കാലം ഉണ്ടല്ലോ, പാണ്ഡവരുടെ അജ്ഞാതവാസ കാലം, ആ സമയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഉത്തര സ്വയംവരത്തില് പ്രശസ്തമായിട്ടുള്ള ഒരു വരിയുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കണേ. പ്രശസ്തമായിട്ടുള്ള ഒരു വരിയാണ് വളയേന്തിന കൈകൾ കൊണ്ട്. എന്താണ്? വളയേന്തിന കൈകൾ കൊണ്ട്. അതായത് ഈ ആട്ടക്കഥയില് ദുര്യോധന, ഒന്ന് ശ്രദ്ധിക്കണടാ, ദുര്യോധനന്റെയും ഭാനുമതിയുടെയും ശൃംഗാര രംഗം വർണ്ണിക്കുന്ന വളയേന്തിന കൈകൾ കൊണ്ട് എന്ന് തുടങ്ങുന്ന പദം കഥകളി രംഗങ്ങളില് വളരെ പ്രശസ്തമാണ് കേട്ടോ, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇരയിമ്മൻ തമ്പിയുടെ മറ്റു പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് കീചകവധം, ദക്ഷയാഗം. ഉത്തര സ്വയംവരം ആട്ടക്കഥ മാത്രമല്ല, കീചകവധം ആട്ടക്കഥയും ദക്ഷയാഗം എന്ന ആട്ടക്കഥയും ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടേതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ദയവ് ചെയ്തിട്ടൊന്ന് താഴെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിലൊന്ന് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്സുകൾ ഇങ്ങനെ മതിയെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പ്ലനേഷൻ എന്താണ്, ഓപ്ഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫെയർ ഒക്കെ ഇതിന്റെ ഒപ്പം ക്ലാസ്സുകൾ വേറെ കൊണ്ടുപോകുന്നുണ്ട്, അതിന്റെ കൂടെ വരിക കേട്ടോ. BF അടിച്ചിരിക്കണം കേട്ടോ.